ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മലയാറ്റൂരിലേക്കാണ് പോകുന്നത്. മലയാറ്റൂർ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്, ധാരാളം വണ്ടികൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിയിട്ട് പോകുന്ന ഒരു റോഡുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകൾ പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം വാഹനങ്ങളും ഒരുമിച്ച് വന്നതുകൊണ്ട് നല്ല ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ട്. 2 വീലറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. ധാരാളം 2 വീലേഴ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വാഹനങ്ങൾ ഒരുപാടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര ബ്ലോക്കായി. എല്ലാവരെയും ഒരേ സൈഡിൽ നിന്ന് പോലീസുകാർ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ നമ്മളും കടന്നു പോന്നു. ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ പോകാൻ പറ്റില്ല. എല്ലാവർക്കും ഒറ്റ വഴിയാണ്, പള്ളിയിലേക്ക് പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തിരിച്ച് ഒരു സൈഡിൽ കൂടെ കുറച്ച് വാഹനങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ താഴത്തെ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെയും ഇങ്ങനെ വണ്ടികൾ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. പള്ളിയെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പെസഹ വ്യാഴാഴ്ച അപ്പം എല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി ഒരു 7:30-8 മണിയോട് കൂടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോരുവാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ, രാത്രിയിലാണ് വരുന്നത്. വ്യാഴാഴ്ച അപ്പം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. കണ്ടോ, ഇതുവരെയായിട്ട് തിരക്ക് മാറിയിട്ടില്ലേ, നല്ല തിരക്കാണ്. അങ്ങനെ അടിവാരത്തിലെത്തി. ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നടന്നു പോരുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ പള്ളിയുടെ അങ്ങോട്ട് വാഹനങ്ങൾ കിടത്തി വിടില്ല. പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തോളം പറഞ്ഞു, അങ്ങോട്ടേക്ക് വണ്ടി വിടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വിശാലമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിറയെ വണ്ടികളാണ്. നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പാർക്ക് ചെയ്തോളണം. ഒരുപാട് വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ സുരക്ഷിതമായിട്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. അടിവാരത്തിലേക്കൂടെ നമ്മൾ നടക്കുകയാണ്. ഇവിടെയും കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ, പള്ളിയുടെ താഴെയായിട്ട്. ഇതൊക്കെ ആദ്യം വന്നവരാണ് കേട്ടോ. ആദ്യം വന്നവർക്കൊക്കെ ഇവിടെ വരെ വരാൻ പറ്റി. ഇനി തിരിച്ചു പോകുമ്പോഴാണ് എല്ലാവർക്കും പണി കിട്ടുന്നത്. തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വണ്ടി ഇട്ടവർക്ക്. അങ്ങനെ നമ്മളിപ്പോൾ അടിവാരത്തിലാണ് നിൽക്കുന്നത്. അടിവാരത്തിൽ ഒരു ചായ കുടിച്ച് ഒരു പ്ലേറ്റ് മുളക് ബജി എല്ലാം കഴിച്ചാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി ഇറങ്ങിയത് കൊണ്ട് ഒരുപാട് ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുമായിരുന്നു. 2 മണി ആവാൻ പോകുന്നു കേട്ടോ. നമ്മൾ മല കയറാൻ പോവുകയാണ്. ഏകദേശം 2 മണി ആയിട്ടുണ്ട്. പള്ളിയുടെ താഴ്വാരത്തിൽ നമ്മൾ നിൽക്കുന്നത്. വൃക്ഷങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഒരുപാട് പേര് മല ഇറങ്ങി വന്ന് വിശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിയെല്ലാം കത്തിച്ച് മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് മുകളിലേക്ക് കയറുന്നത്. എല്ലാവരും വന്ന് പൈസയിട്ട് പ്രാർത്ഥിച്ച് വണങ്ങിയാണ് പോകുന്നത്. വലിയൊരു കല്ലിൻ്റെ മേലെയാണ് കാപ്പോള ഉള്ളത് കേട്ടോ. കൂറ്റൻ കല്ലെന്ന് തന്നെ പറയാം. നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഒരു ചിത്രം ഉണ്ട്. മനോരമ ന്യൂസുകാർ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ്. പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. അനേകായിരങ്ങൾ ഇപ്പോൾ തന്നെ വന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കണ്ടോ എത്ര ജനങ്ങളാണെന്ന് നോക്കിക്കേ. മല കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികളടക്കം, നമ്മുടെ ആമിമോളടക്കം
മല നല്ല ഉഷാറായിട്ടാണ് കേട്ടോ കയറുന്നത്. അവർക്കൊരു പ്രശ്നമില്ല. മുത്തപ്പൻ അവരെ കൈ പിടിച്ച് കയറ്റുമെന്നാണ് പറയുന്നത്. ഒരു ആംബുലൻസ് വന്നിട്ടുണ്ട്. ആർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആംബുലൻസ് മുകളിലേക്ക് പോവുകയില്ല. അപ്പോൾ ഇവിടം വരെയാണ് വരുള്ളൂ. മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് താഴെ വരെ വരേണ്ടി വരും. എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും ആംബുലൻസ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. നിറയെ ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പകൽ പോലെയാണ് ഇരിക്കുന്നത്. കുറച്ച് ദൂരം നമ്മളിങ്ങോട്ട് പോന്നു കഴിഞ്ഞ് ഇത്തിരി നേരം നമ്മൾ വിശ്രമിക്കുകയാണ്. ആമിമോള് അവിടെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇതിലും നേരത്തെ മല കയറി കേട്ടോ. ഈ സമയത്ത് മുകളിൽ വിശ്രമിക്കുമായിരുന്നു. ഈ പ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. രാത്രി ആയാലും വെളുപ്പിനായാലും ഫുൾ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പകൽ പോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട്, പൈപ്പുകളുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പൈപ്പുകളുണ്ട്. ഒരുപാട് പേര് വീണ്ടും മല കയറി വരികയാണ്. അങ്ങനെ നമ്മൾ പള്ളിയുടെ മുകളിൽ എത്താൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന വ്യാഴാഴ്ച, ദുഃഖവെള്ളി, പിന്നെ പുതുഞാറാഴ്ചയാണ് കേട്ടോ. നല്ല തിരക്കായിരിക്കും മല കയറുവാനായിട്ട്. പകലും രാത്രിയൊന്നുമില്ല, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ജനപ്രവാഹമാണ്. ഇപ്പോൾ ദുഃഖവെള്ളി ആയല്ലോ. ദുഃഖവെള്ളിയാഴ്ചയും നല്ല തിരക്കായിരിക്കും. അമ്മിമോള് ഇരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്താണ്. പിന്നെ വീണ്ടും പോവുകയാണ്. അങ്ങനെ പള്ളിയുടെ മുകളിലെത്തി. എല്ലാവരും കൊണ്ടുവന്ന് കുരിശുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കൊന്തകൾ, ചെറിയ ചെറിയ കുരിശുകൾ, ചൂല്, കല്ല് എന്നിവയെല്ലാം ഇവിടെ ഓരോ മരങ്ങളിൽ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കുരിശുകളാണിത്. അവർ കൊണ്ടുവന്ന് ഇവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുരിശുകൾ ഇരിക്കുന്നുണ്ടോ. ഏറ്റവും വലിയ കുരിശ് ഇത് ഇപ്പോൾ വന്നവരാണ് കേട്ടോ. കുരിശും കൊണ്ട്, വലിയ കുരിശ് ചുമന്നുകൊണ്ട് വന്നവരാണ്. പിന്നെ നിറയെ കൊന്തമാലയൊക്കെ ഇട്ട് കുരിശുകൾ ഇവിടെ ചാരി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. മുകളിൽ വഴിപാടിട്ട് പ്രാർത്ഥിക്കാനുള്ള തിരക്കാണ്. തോമസ് മുത്തപ്പൻ്റെ ഇവിടെയാണ് വഴിപാട്. പിന്നെ എല്ലാം ഇട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നിയന്ത്രിക്കാൻ ആളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് താമസിച്ചാണ് കൈമുത്തി പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.